പടച്ചറപ്പിന്റെ ഔദാര്യമാണ്. ഇസ്ലാമിന്റെ വീക്ഷണത്തിൽ സമ്പത്തിനെ രണ്ട് തരത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഒരു സ്ഥലത്ത് അല്ലാഹു പറഞ്ഞത് ഇന്നമാ അംവാലുകും വഔലാദുകും ഫിത്ന, നിങ്ങളുടെ സമ്പത്തും സന്താനങ്ങളും നിങ്ങൾക്ക് പരീക്ഷണമാണെന്നാണ് ഇസ്ലാമിന്റെ സാമ്പത്തിക കാഴ്ചപ്പാട്. ഇസ്ലാം സമ്പത്തിനെ കാണുന്നത് പരീക്ഷണമായിട്ട് കാണുന്നുണ്ട്. ഇന്നമാ അംവാലുകും വഔലാദുകും ഫിത്ന, നിങ്ങളുടെ മുതൽ നിങ്ങൾക്ക് പരീക്ഷണമാണ്. മറ്റൊരു സ്ഥലത്ത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു ദാലിക ഫദ്ലുല്ലാഹി യുതീഹി മൻ യശാ, ദാലിക ഫദ്ലുല്ലാഹ്, സമ്പത്ത് അല്ലാഹുവിന്റെ ഔദാര്യമാണ്. ഒരു ഹദീസിൽ ഒരു നീണ്ട സംഭവത്തിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു. അപ്പൊ അല്ലാഹുവിന്റെ ഔദാര്യമാണെന്ന് പറയുമ്പോൾ എന്നിട്ട് യുതീഹി മൻ യശാ, അതേ ഭാഗ്യമുള്ളവർക്ക് ലഭിക്കും. അത് വലിയൊരു കാര്യമായിട്ട് കാണുന്നു. എപ്പോൾ സമ്പത്ത് വേണ്ട വിധത്തിൽ വിനിയോഗിച്ചാൽ. അതല്ല അനധികൃതമായിട്ടാണ് സമ്പത്തിന്റെ വിനിയോഗമെങ്കിൽ നിങ്ങളുടെ മുതല് നിങ്ങളുടെ കഴുത്തിൽ മാലയാകുമെന്ന് പറയുന്നു. ولا يحسبن الذين يبخلون بما آتاهم الله من فضله بل هو خير لهم بل هو شر لهم. ഉപകരിക്കുന്ന പദ്ധതികൾ ആസൂത്രണം ചെയ്തുകൊണ്ട് വളരെ കണിശമായ രൂപത്തിൽ വളരെ അച്ചടക്കത്തോടും കൂടെ ഉത്തരവാദിത്വ ബോധത്തോടും കൂടെ പ്രവർത്തിച്ചു വരുന്ന അൻവാർ ഹുദ, അതിന്റെ നേതൃത്വവും അതിന്റെ പ്രവർത്തകരും അല്ലാഹുവിന്റെ പ്രീതി മാത്രമാണ് ലക്ഷ്യം വെക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറഞ്ഞ കാലങ്ങളെ കൊണ്ട് നാം വിചാരിച്ചതിലുപരി വളർച്ച നമ്മുടെ സ്ഥാപനത്തിന് പടച്ചറബ് തന്നിട്ടുണ്ട്. അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നിങ്ങളെപ്പോലുള്ള നല്ലവരായ മുഅ്മിനുകളുടെ പ്രാർത്ഥന സഹകരണങ്ങളെ കൊണ്ട് ഇന്ന് അൻവാറുൽ ഹുദ കൊടക് ജില്ലയിലെ നല്ല പല ഭാഗങ്ങളിലും അറിയപ്പെടുന്ന ജനങ്ങളുടെ ആശാകേന്ദ്രമായി വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല തൗഫീഖ് ചെയ്താൽ അനധികൃത ഭാവിയിൽ ഒരുപാട് പുതിയ പദ്ധതികൾ അൻവാറുൽ ഹുദ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഒരു കുട്ടി ജനിക്കുമ്പോൾ ആ കുട്ടിയുടെ ആദ്യ ശബ്ദം കേൾക്കുന്നത് തന്നെ അല്ലാഹുവിന്റെ ശബ്ദമാവണം. ആ കുട്ടിയുടെ വളർച്ച മുഴുവനും അല്ലാഹുവിനെ ഓർത്തുകൊണ്ടാവണമെന്ന് ചിന്തിച്ചുകൊണ്ട് അതിനുള്ള സംരംഭങ്ങളൊക്കെ കൂടുതൽ വൈകാത്ത ഭാവിയിൽ അല്ലാഹു ആരംഭിക്കാൻ പോവുകയാണ്. കോടികളുടെ ചെലവ് വരുന്ന മുഴുവൻ പദ്ധതികളും ആസൂത്രണം ചെയ്ത് തുടക്കം കുറിക്കുന്നത് നിങ്ങളെപ്പോലുള്ള നല്ലവരായ മുസ്ലിമുകളെ മുന്നിൽ കണ്ടുകൊണ്ടാണ്, പടച്ചറബിനെ തവക്കുലാക്കിക്കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രാർത്ഥനകളിൽ എല്ലാ സമയങ്ങളിലും ഈ സ്ഥാപനം ഉണ്ടാകണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അതേപോലെ തന്നെ വളരെ നല്ല രൂപത്തിൽ മുസ്ലിം സമുദായത്തിൽ നിന്നും ഉയർന്നു ചിന്തിക്കുന്ന ജനങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നതിന് ഉപകരിക്കുന്ന രൂപത്തിൽ ഹോസ്റ്റൽ കെട്ടിടങ്ങളും വളർന്നു വരുന്ന പെൺകുട്ടികൾക്ക് ദീനി ചിട്ടയോടെ ഉയർന്നു വരുന്നതിന് ആവശ്യമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അൻവാറുകളുടെ കീഴിൽ ഇൻഷാ അല്ലാഹ് വിദൂരമല്ലാത്ത ഭാവിയിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതിനേക്കാൾ ഉപരി നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ പാവപ്പെട്ടവർ